സെർവസ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എങ്ങനെയാണ് ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ കിട്ടുക എന്നതിൻ്റെ ഒരു ഓവർവ്യൂ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ജർമ്മനി ചൂസ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ മറ്റ് കൺട്രീസിനെ നിന്നും ജർമ്മനി എന്താണ് വ്യത്യസ്തമാക്കുന്നത്? മെയിനായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഫീ സ്ട്രക്ചറാണ്. അപ്പോൾ ഫ്രീ അല്ലെങ്കിൽ ലോ കോസ്റ്റ് ആയിട്ടുള്ള ട്യൂഷൻ ഫീ ആണ് ഇവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ജനറലി. പിന്നെ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഡിഗ്രീസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഡൈവേഴ്സ് ആൻഡ് ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അത്യാവശ്യത്തിന് ഡിപ്പാർട്ട്മെൻറ്റ്സും അതേപോലെ തന്നെ ഡിഗ്രീസും എല്ലാം ജർമ്മനിയിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് റിസർച്ചിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇന്നോവേഷന് വേണ്ടിയിട്ടും അത്യാവശ്യം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ. അതുമാത്രമല്ല പോസ്റ്റ് സ്റ്റഡി നമുക്ക് വർക്ക് വിസ ഓപ്പർച്യൂണിറ്റീസും കരിയർ പ്രോസ്പെക്ട്സും ഇതെല്ലാം ഇവിടെ കൂടുതലാണ്. അതുമാത്രമല്ല യൂറോപ്പിലെ ഒരു കൾച്ചറും ലൈഫ് സ്റ്റൈലും ഇതൊക്കെ എക്സ്പോഷർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി നമുക്ക് ജർമ്മനിയിൽ പഠിക്കുന്നതിനോടൊപ്പം ലഭിക്കും. അവസാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് കമ്പയർഡ് ടു അതർ കൺട്രീസ്, USA, UK, ഓസ്ട്രേലിയ അതേപോലെയുള്ള കൺട്രീസ് അല്ലെങ്കിൽ ന്യൂസിലാൻഡ് അതേപോലെയുള്ള കൺട്രീസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം മോഡറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ലിവിങ് ആണ് ജർമ്മനിയിൽ പൊതുവെ. പക്ഷേ ഈ ഫാക്ടേഴ്സ് എല്ലാനും നിങ്ങൾ എവിടെയാണ് ജർമ്മനിയിലെ ഏത് സിറ്റിയിലാണ് പഠിക്കാൻ വരുന്നത് അല്ലെങ്കിൽ ഏത് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് എന്നൊരു ഫാക്ടറിനെയും കൂടിയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പോൾ ഇവിടെ ജർമ്മനിയിൽ എല്ലാ സിറ്റീസിലും കോസ്റ്റ് ഓഫ് ലിവിങ് കുറവാണെന്ന് പറയാൻ പറ്റില്ല. ഹാംബൂർഗ് അതേപോലെ മ്യൂണിക് എന്ന് പറഞ്ഞ സിറ്റീസിലൊക്കെ അത്യാവശ്യം കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ എവിടെയാണ് പഠിക്കാൻ പോകുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും എത്രത്തോളം കോസ്റ്റ് ഓഫ് ലിവിങ് വരുന്നു എന്നുള്ള ആ ഒരു ഫാക്ടർ. അത് മാത്രമല്ല യൂറോപ്പിലെ തന്നെ ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് പലതും ജർമ്മനിയിലുണ്ട്. അത് ടൈംസിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ്റെ റാങ്കിങ്ങിൻ്റെ ബേസിലായിട്ടാണ് ഞാൻ പറയുന്നത് മെയിനായിട്ട്. അപ്പോൾ അങ്ങനെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഇൻ യൂറോപ്പും ജർമ്മനിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റി ആയിട്ടുണ്ട്. അവിടെ ഇതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ട്യൂഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ കോസ്റ്റ് എന്ന് പറയണത് ട്യൂഷൻ ഫീസ് എല്ലാം വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു ലോ കോസ്റ്റ് ട്യൂഷൻ ഫീനെ പറ്റിയിട്ട് പറഞ്ഞു. എത്രയൊക്കെയാണ് കോമൺലി വരുന്ന ഒരു ഫീസ് സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. ഈ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റീസിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഓരോ സെമസ്റ്ററിലും, ഒരു സെമസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മന്ത്സ് ആണ്. ഇവിടെ സമ്മർ സെമസ്റ്ററും വിൻ്റർ സെമസ്റ്ററും ആണ് മെയിനായിട്ടുള്ളത്. ആ ഒരു സെമസ്റ്ററിന് വേണ്ടിയിട്ട് 150 to 350 യൂറോസ് ആണ്. അതിൻ്റെ ഇടയിലാണ് നമ്മളുടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ ഫീസ് വരുന്നത്. ഇൻ കേസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ ഈ ഒരു 150, 350 എന്നുള്ളത് ഒരു 5,000, 20,000 അത്ര വരെ പോവാം. പക്ഷേ ഇപ്പോൾ ചില പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഫോറിൻ നേഷണൽസിന്, ഇപ്പോൾ തേർഡ് നേഷൻ കൺട്രീസിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന ജർമ്മൻ അല്ലാത്ത ആൾക്കാർക്ക് കൂടുതലായിട്ട് അവർ ഫീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫീയുടെ റേഞ്ചും നിങ്ങൾ ഏത് ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിങ്ങളുടെ ഡിഗ്രി ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇനി ലിവിങ് എക്സ്പെൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആവറേജ് ഒരു 850 to 1000 യൂറോസ് പെർ മന്ത് ആണ് വരുന്നത്. അത് നിങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ആ ഒരു സിറ്റീനെയും അതേപോലെ തന്നെ നിങ്ങളുടെ അക്കോമഡേഷനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റായിട്ട് വേഗ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിൽക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു അക്കോമഡേഷനാണ്. നമ്മൾ നാട്ടിൽ പേയിങ് ഗസ്റ്റ് പോലെയാണ് ഇവിടെ വേഗ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നിൽക്കാം. അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഡോംസ് അല്ലെങ്കിൽ ഹോസ്റ്റൽസ് അവൈലബിൾ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് സ്റ്റുഡൻസ് ഡോംസ് കിട്ടുകയാണെങ്കിൽ അവിടെ കുറച്ച് കൂടിയിട്ട് മന്ത്ലി റെൻ്റൊക്കെ കുറവായിരിക്കും. പക്ഷേ പ്രൈവറ്റ് ആയിട്ടുള്ള ഇപ്പോൾ പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നെയും അവിടെ കാശ് കുറവിന് നിങ്ങൾക്ക് കിട്ടാം. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ എന്താണ് നിങ്ങൾ നിൽക്കാൻ പോകുന്ന ആ ഒരു ലൊക്കാലിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഏത് സിറ്റിയിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇതിനെല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലി വരുന്ന ഒരു മെയിൻ റിക്വയർമെൻ്റ് ആണ് ബ്ലോക്ക്ഡ് അക്കൗണ്ട്. ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നമ്മൾ ഒരു കൊല്ലത്തേക്കുള്ള പ്രൂഫ് ഓഫ് ഫണ്ട്സ് കാണിക്കണം. ആ പ്രൂഫ് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ 11,208 അത്രയാണ് പെർ ഇയർ വരുന്നത്.
2025ത്തെ സ്റ്റാറ്റസ് ആണ് ഞാനീ പറയുന്നത്. ഈ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് നമ്മൾ വിസ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മളുടെ പേപ്പേഴ്സിൽ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഡോക്യുമെൻസിൻ്റെ ഒപ്പം നമ്മൾ ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ സ്റ്റാറ്റസും കൂടി കാണിക്കണം. അപ്പോൾ അത് 1 ഇയറിലേക്കുള്ള ഒരു എമൗണ്ട് ആണ്. ഇൻ കേസ് 1 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം ആയിട്ട് ജോലിയൊന്നും കിട്ടിയില്ല എങ്കിൽ വീണ്ടും ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഇത്രയും തന്നെ എമൗണ്ട് പിന്നത്തെ വർഷത്തേക്കും കാണിക്കേണ്ടി വരും. ഇനി അടുത്തത് നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്ന് നോക്കാം. അപ്പോൾ ബാച്ചിലർ പ്രോഗ്രാംസിനും മാസ്റ്റേഴ്സ് പ്രോഗ്രാംസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ആണ് വരുന്നത്. ബാച്ചിലർ പ്രോഗ്രാംസിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 12th ഗ്രേഡ് കംപ്ലീഷൻ ആയിരിക്കണം, നല്ല ഗ്രേഡ്സ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ APS സർട്ടിഫിക്കറ്റ് വേണം. 2023 തൊട്ടിട്ടാണ് ഈ ഒരു APS സർട്ടിഫിക്കറ്റിൻ്റെ റിക്വയർമെൻറ്റ് വേണ്ടി വന്നത്. അപ്പോൾ അത് നമുക്ക് ആവശ്യമാണ്. ഇൻ കേസ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബാച്ചിലർ പ്രോഗ്രാം ജർമ്മൻ ലാംഗ്വേജിലാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് വേണം. അത് നിങ്ങൾക്ക് ഗോത്തിയുടെയോ ടെലിക്കിൻ്റെയോ അങ്ങനെയുള്ള ഏതിൻ്റെ വേണമെങ്കിലും ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ആവാം. ഇനി നിങ്ങളുടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾക്ക് IELTS-ൻ്റെയോ ടോഫലിൻ്റെയോ ആ ഒരു സ്കോർസും കൂടി റിക്വയർഡ് ആണ്. ഇനി മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിലായിരിക്കണം ചെയ്തിരിക്കേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് ഗുഡ് GPA വേണം. GRE GMAT സ്കോർസ് അത് റിക്വയർഡ് ബൈ പ്രോഗ്രാം അല്ലെങ്കിൽ റിക്വയർഡ് ബൈ യൂണിവേഴ്സിറ്റി. അതിന് അനുസരിച്ചിട്ടാണ് ഈ ഒരു സ്കോർസ് ഒക്കെ നമുക്ക് വേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ആൻഡ് ലെറ്റേഴ്സ് ഓഫ് റെക്കമെൻഡേഷൻ ഇതെല്ലാം മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് വേണ്ടി വരുന്നതാണ്. ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ചെക്ക് ലിസ്റ്റൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയെങ്കിൽ കൂടി ചില യൂണിവേഴ്സിറ്റീസ് നിങ്ങളോട് എക്സ്ട്രാ ആയിട്ട് ഇൻ്റർവ്യൂ ഒക്കെ റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ അതും കൂടിയിട്ട് നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമാണോ. ഇനി എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ട് നന്നായിട്ട് റിസർച്ച് ചെയ്യണം. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റീനെ പറ്റിയിട്ടും. ഇപ്പം ഞാനൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്ന സമയത്ത് ഞാൻ ടൈംസിൻ്റെ ഹയർ റാങ്കിങ്ങിൻ്റെ ആ ഒരു ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് ഏതാണ് ബെറ്റർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ നോക്കിയിട്ടായിരുന്നു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നത്. ഈ ഒരു ഫേസിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാഡ് പോലെയുള്ള വെബ്സൈറ്റുകൾ വളരെ ഹെൽപ്ഫുള്ളാണ്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ജർമ്മനിക്ക് വരാനാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ ജർമ്മൻ പഠിക്കുന്നത് വളരെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇപ്പോൾ വളരെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ബെർലിൻ. ബെർലിനിലാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് ഇല്ലാതെയും കുറേയൊക്കെ കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ പറ്റും. പക്ഷേ കുറച്ചുകൂടിയിട്ട് റിമോട്ട് ആയിട്ടുള്ള പ്ലേസിലേക്ക് വരുമ്പോൾ ജർമ്മൻ പഠിക്കുന്നത് നമ്മളുടെ ഡെയിലി ലൈഫിനെയും കൂടിയിട്ട് കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിക്വയർമെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ ഞാൻ 2023ക്ക് മുന്നാണ് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് VPD എന്ന് പറയുന്ന ഡോക്യുമെൻ്റൊക്കെ എൻ്റെ യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലും അതിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റൊക്കെ ഉണ്ടാവും. ആ ലിസ്റ്റൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഇവിടെ യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഐദർ ത്രൂ യൂണിവേഴ്സിസ്റ്റ് അല്ലെങ്കിൽ ഡയറക്ട്ലി എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ചില യൂണിവേഴ്സിറ്റികൾക്ക് യൂണിയാസിസ്റ്റിൻ്റെ കൺഫർമേഷനും അതിൻ്റെ ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനും വേണം. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലാണ് നിങ്ങളുടെ റിക്വയർഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ടുള്ള മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലർ പ്രോഗ്രാം ഉള്ള ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ചെന്ന് നോക്കുക. അപ്പോൾ വെബ്സൈറ്റിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാനും കൊടുത്തിട്ടുണ്ടാവും. ഇനി യൂണി അസിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് അതിനകത്ത് നിങ്ങൾക്ക് കുറേ യൂണിവേഴ്സിറ്റീസ് ഒന്നിച്ച് കാണാൻ പറ്റും. ഇപ്പം നമ്മളുടെ നാട്ടിലെ ഏകജാലകം എന്നൊക്കെ പറയില്ലേ, +1 അഡ്മിഷന് വേണ്ടിയിട്ട്. അപ്പം അതേപോലത്തെ ഒരു വെബ്സൈറ്റാണ് അല്ലെങ്കിൽ അതേപോലത്തെ ഒരു പ്രൊസീജിയറാണ് ഈ യൂണി അസിസ്റ്റിൽ കൂടെ നടക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രൈറ്റീരിയ അനുസരിച്ച് നിങ്ങളുടെ മാസ്റ്റർ പ്രോഗ്രാമോ ബാച്ചിലർ പ്രോഗ്രാമോ അത് പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്, ഫുൾ ടൈം ആയിട്ടാണ് ചെയ്യുന്നത്, അതെല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ
ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ പ്രോഗ്രാംസ് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. സോ യൂണിവേഴ്സിറ്റി നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ APS സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഈ ഒരു ഫേസ് എല്ലാം കംപ്ലീറ്റ് ആവുന്നു സക്സസ്ഫുള്ളി, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അഡ്മിഷൻ തരുന്നു എങ്കിൽ അഡ്മിഷൻ ലെറ്റർ സെക്യൂർ ആവുക. അതിൻ്റെ ഒപ്പം തന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. പിന്നെയാണ് ജർമ്മനിയിലേക്ക് ട്രാവൽ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലൈ ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് കൊടുത്താൽ ഈ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു ഫേസിൽ കൂടെയും കൂട്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരും. അത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ്, നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം എങ്ങനെയാണ്, ഇതിനെല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇനി സ്റ്റെപ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി മുന്നേ പറഞ്ഞ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഡോക്യുമെന്റ്സ് ആയിട്ട് വേണ്ടേ, അതിൻ്റെ ഒരു ലിസ്റ്റാണ് ഇവിടെ. ഫസ്റ്റ് തന്നെ പറയുന്നത് നിങ്ങളുടെ അക്കാദമിക് ട്രാൻസ്ക്രിപ്റ്റ്സും സർട്ടിഫിക്കറ്റ്സും, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പാസ്പോർട്ട് ആൻഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്. ഈ ഫോട്ടോസ് എടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ EUലെ വിസയ്ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ചില റെഗുലേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യുക. എത്രത്തോളം സെൻറ്റിമീറ്റർ ആണ്, എങ്ങനെയാണ് ഫേസ് കാണേണ്ടത്, ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കണം, ഈ വക കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് ഓൺലൈനിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് എടുക്കുമ്പോൾ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ആണ്. അത് ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം ജർമ്മനിലാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അത് വേണ്ടി വരും. നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് കോഴ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫിഷ്യൻസി ടെസ്റ്റ് കോഴ്സും കൂടിയിട്ട് കാണിക്കേണ്ടി വരും. പിന്നെ വേണ്ടതാണ് APS സർട്ടിഫിക്കറ്റ്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ SOPയും LORും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മോട്ടിവേഷൻ, ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം ചൂസ് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ മോട്ടിവേഷൻ ലെറ്ററിൽ അല്ലെങ്കിൽ കവർ ലെറ്ററിൽ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കുറേ കൂടിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി പ്രൂഫ് ഓഫ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ആണ്. അത് നിങ്ങൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ബാങ്കുകളുണ്ട്. അപ്പോൾ ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ടിന് കോമൺലി യൂസ് ചെയ്യുന്നത് എക്സ്പാട്രിയോ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ വിസ ആപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്സും കൂടിയിട്ട് ഇൻ കേസ് കോൺസുലേറ്റോ അല്ലെങ്കിൽ VFS ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നിങ്ങൾ വിസ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കൂടി റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് എന്തൊക്കെയാണ് മെയിനായിട്ട് ഇന്ത്യൻസിന് ജർമ്മനിയിൽ പഠിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഇവിടെ ഈ ജർമ്മനിയിൽ മെയിനായിട്ട് ഡേഴ്സ് ആൻഡ് വെൽക്കമിങ് എൻവയോൺമെൻ്റ് ആണ്. അത്യാവശ്യത്തിന് എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിറ്റീസും അതേപോലെ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി കൾച്ചറൽ പ്രോഗ്രാംസും ഓർഗനൈസേഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ പാർട്ടായിരിക്കില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒരുവിധം എല്ലാ യൂണിവേഴ്സിറ്റിയിലും എല്ലാ കോളേജസിലും കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിനുശേഷം നമുക്ക് പെർമനൻറ്റ് റെസിഡൻസിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് 5 ഇയേഴ്സ് ആണ്. 5 ഇയേഴ്സോ 3 ഇയേഴ്സ്, അത് നിങ്ങളുടെ കാർഡിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, ജോലി കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എത്ര ഇയേഴ്സ് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് പെർമനൻറ്റ് റെസിഡൻസി കിട്ടുക എന്നുള്ളൊരു കാര്യം ഇരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ജർമ്മനിയിൽ ഹൈ ഡിമാൻഡ് ഫോർ സ്കിൽ വർക്കേഴ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് എഞ്ചിനീയറിംഗ്, IT അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എന്നുള്ള ഫീൽഡ്സിലൊക്കെ ആണെങ്കിൽ ഇവിടെ കുറേ കൂടിയിട്ട് ആൾക്കാർ ആവശ്യമുള്ളൊരു സമയമാണ്. സോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ മൈൻഡിൽ വെക്കുക. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്കോളർഷിപ്സ് ആൻഡ് ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത വെബ്സൈറ്റ് ഡാഡിൽ നോക്കാം. അപ്പോൾ ഡാഡിനകത്ത് കുറേ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ കേരള ഗവൺമെൻറ് ആയാലും ഇന്ത്യൻ ഗവൺമെൻറ് ആയാലും അബ്രോഡ് പഠിക്കാൻ പോകുന്ന ടോപ്പ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചില സ്കോളർഷിപ്പുകളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് പുതിയ സ്കോളർഷിപ്പുകളൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും പോയിന്റ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. സോ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ചാലഞ്ചസ് ആൻഡ് ടിപ്സ് എന്ന് നോക്കാം. അപ്പോൾ ചാലഞ്ചസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ലാംഗ്വേജിൻ്റെ ഒരു ബാരിയറാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ കൂടി കമ്മ്യൂണിക്കേഷൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ
കൾച്ചറിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് പഠിച്ചിട്ട് വരുന്നതായിരിക്കും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ കൂടിയിട്ട് ഇപ്പോൾ ഇംഗ്ലീഷ് ടോട്ട് ആയിട്ടുള്ള കോഴ്സാണ് എങ്കിൽ അവിടെ വരുന്ന നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ കോഴ്സ് മേറ്റ്സിന് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും കുറച്ചുകൂടി നല്ല ഒരു ഇൻ്റഗ്രേഷൻ നടക്കണമെങ്കിൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്നത് ഒരു മസ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് തുടക്കത്തിൽ ഒരിത്തിരി ഹോം സിക്നെസ്സും കൾച്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒക്കെ ഉണ്ടാവും. ഹോം സിക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഒരു ക്ലൈമറ്റ് അല്ല ഇവിടെ. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് 4 സീസൺസ് ഉണ്ട്. എസ്പെഷ്യലി വിൻ്റർ സീസൺ ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ളൊരു സീസണായിട്ടാണ് പറയാറ്. സോ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം കൊണ്ടിട്ട് പലപ്പോഴും വിൻ്റർ ഡിപ്രഷനൊക്കെ വരാറുണ്ട്. അപ്പോൾ ജർമ്മനിയാണ് അതേപോലെ യൂറോപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ലൈഫ് കംപ്ലീറ്റ്ലി കളർഫുൾ ആണെന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നാടിനും അതിൻ്റേതായിട്ടുള്ള നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ കൾച്ചറായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരാനും ഈ ഹോം സിക്നെസ് ഒക്കെ നമുക്ക് ഓവർകം ചെയ്ത് വരാനും കുറച്ച് സമയം പിടിക്കും. അതാണ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച്. പിന്നെ ഇനീഷ്യലി ഉള്ള ഹൈ കോസ്റ്റ്. ഇപ്പം നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ ഇത്രയും എമൗണ്ട് കാണിച്ചാൽ മാത്രമാണ് നമ്മുടെ വിസ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടുക. അതേപോലെ തന്നെ ഇൻ കേസ് നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലിയൊന്നും കിട്ടിയില്ല എങ്കിൽ 1 ഇയർ കഴിയുമ്പോൾ ഈ ഒരു സെയിം എമൗണ്ട് തന്നെ നമ്മളുടെ അക്കൗണ്ടിൽ കാണിക്കണം. പക്ഷേ നിങ്ങൾക്ക് പാർട്ട് ടൈം ഉണ്ട്, നിങ്ങളുടെ ലിവിങ് കോസ്റ്റ് ഇവിടെ കവറായി പോവും എന്ന് നിങ്ങൾക്ക് വിസ റിന്യൂ ചെയ്യുന്ന സമയത്ത് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ എമൗണ്ടിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി എൻ്റെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നിങ്ങൾക്ക് ജർമ്മനി നിങ്ങളുടെ ഒരു ചോയ്സ് ആണെങ്കിൽ ജർമ്മൻ പഠിക്കാൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജർമ്മൻ കോഴ്സുകൾ തന്നെ എടുക്കണമെന്നില്ല. ഇപ്പോൾ ഡിയോലിംഗോ പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള വെർഷൻ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുക. എങ്ങനെയാണ് ഇവിടുത്തെ ലൈഫ്, എങ്ങനെയാണ് അവരെന്തൊക്കെ ചാലഞ്ചസ് ആണ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ ചാലഞ്ചസ് ആയിരിക്കും ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഒരാളുടെ എക്സ്പീരിയൻസ് മാത്രമല്ല, നിങ്ങൾ മാക്സിമം ആ ഒരു ഇൻഫർമേഷൻ എത്രയോ പേരിൽ നിന്ന് കിട്ടാൻ പറ്റുമോ അത്രയും പേരിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്യുക. നിങ്ങൾ തന്നെ തീരുമാനിക്കുക എങ്ങനെയാണ്, എന്താണ് വേണ്ടത്. ജർമ്മനിയിൽ വന്നാൽ എനിക്ക് നല്ലതായിരിക്കുമോ? അതേപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിനും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. സോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സിനെ പറ്റിയിട്ട് അതേപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ട് നന്നായിട്ട് റിസർച്ച് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ എംപ്ലോയ്മെൻറ്റ് റേറ്റ് എങ്ങനെയാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഒരിക്കലും ഏജൻസിക്കാർ പറയുന്നതിൻ്റെ പിന്നാലെ മാത്രം പോകരുത്. നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ചുകൂടി ഗൂഗിളിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് റിസർച്ച് ചെയ്യുക. അതേപോലെ തന്നെ റാങ്കിങ് ഒക്കെ എടുത്ത് നോക്കുക. എങ്ങനെയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് എന്ന് നോക്കുക. അവിടുത്തെ ടീച്ചിങ് എങ്ങനെയാണെന്ന് നോക്കുക. റിസർച്ചിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണെന്ന് നോക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി വരുന്ന സിറ്റി. ആ സിറ്റിയിൽ എങ്ങനെയായിരിക്കും പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ഇതിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി എന്നുള്ളൊരു സ്റ്റേജ് ആണെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ അക്കോമഡേഷന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്ത് തുടങ്ങുക. ഇവിടെ അക്കോമഡേഷൻ കിട്ടാനൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. അത് എസ്പെഷ്യലി സ്റ്റുഡൻസ് കൂടുതലുള്ള അല്ലെങ്കിൽ സിറ്റീസിലാണെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ട് കൂടും. സോ ഇതെല്ലാം നിങ്ങൾ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ. ഇനി കോമൺ ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് എൻ്റെ നോളജ് വെച്ചിട്ട് ഞാൻ ആൻസർ ചെയ്യാൻ നോക്കാം. ജർമ്മൻ പഠിക്കണോ എല്ലാ കോഴ്സിനും വേണ്ടിയിട്ട്? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും വേണ്ട. പക്ഷേ നിങ്ങൾ ഡെയിലി ലൈഫായിട്ട് കുറച്ചുകൂടി നന്നായിട്ട് ഈ ഒരു കൾച്ചറായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, കൂടുതൽ ജർമ്മൻസിനെ പരിചയപ്പെടണം എന്നാണ് എങ്കിൽ ഓഫ് കോഴ്സ് ജർമ്മൻ പഠിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ജർമ്മൻസ് കൂടുതലുള്ള ഒരു സ്ഥലത്താണെങ്കിൽ അവർക്ക് കുറേ കൂടി കംഫർട്ടബിൾ ജർമ്മനി സംസാരിക്കുന്നതായിരിക്കും. സോ അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് സ്റ്റിൽ ജർമ്മനി സംസാരിക്കുന്നതായിരിക്കും അവർക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ജർമ്മൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും.
പിന്നെ രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് പാർട്ട് ടൈം സ്റ്റുഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അത് പോസിബിൾ ആണ്. പക്ഷേ ഈ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവേഴ്സിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്. സാധാരണ ഫുൾ ടൈം വർക്ക് എന്ന് പറയുന്നത് 40 അവേഴ്സ് പെർ വീക്കാണ്. അപ്പോൾ അത് പാർട്ട് ടൈം ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത്രയും അവേഴ്സ് കിട്ടില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ പല ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ കൂടി നന്നായിട്ട് സെർച്ച് ചെയ്യുക, റിസർച്ച് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചില യൂണിവേഴ്സിറ്റീസിനൊക്കെ അവരുടെ തന്നെ ജോബ് ബാങ്ക്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കാണാൻ പറ്റും. അതിനകത്ത് നിങ്ങൾക്ക് ജോബ് പോസ്റ്റിങ്സ് കാണാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയൊക്കെ നോട്ടീസ് ബോർഡിൽ അവരവിടെ ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ അവർക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് ആൾക്കാരെ വേണം, അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് സ്റ്റുഡൻസിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അന്വേഷിക്കുന്നു എന്നൊക്കെ ഇട്ടിട്ടുണ്ടാവും. സോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റീസ് നോട്ടീസ് ബോർഡുകളും അതേപോലെ വെബ്സൈറ്റുകളൊക്കെ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. മൂന്നാമത്തെ കാര്യമാണ് എന്താണ് ഇന്ത്യൻ സ്റ്റുഡൻസ്, എത്രത്തോളം സക്സസ് റേറ്റ് ആണ് ഇന്ത്യൻ സ്റ്റുഡൻസിന് ഇതേപോലെ ജർമ്മൻ യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അഡ്മിഷൻ കിട്ടാനുള്ള സക്സസ് റേറ്റ് ആണ് ഞാൻ പറയുന്നത് ഇവിടെ. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അപ്ലൈ ചെയ്യുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും നമുക്ക് ഇവിടെയുണ്ട്. അറൗണ്ട് 10% മാത്രം അഡ്മിഷൻ സക്സസ് റേറ്റ് ഉള്ള യൂണിവേഴ്സിറ്റീസും അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസും ഉണ്ട്. ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്ന ആളുടെ ക്വാളിഫിക്കേഷൻസ്, പിന്നെ അതേപോലെ തന്നെ അവരുടെ GPA എത്രത്തോളം നല്ല സ്കോറാണുള്ളത്, അതേപോലെ മേ ബി ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂത്തെ പെർഫോമൻസ് എത്രത്തോളം മോട്ടിവേറ്റഡ് ആണ്, കവർ ലെറ്ററിലെ ഫാക്ടേഴ്സ്, ഇതെല്ലാം ഒരു ഫാക്ടറാണ്. സോ മൊത്തത്തിൽ എത്രത്തോളം സക്സസ് റേറ്റ് ആണ് ഇന്ത്യൻ സ്റ്റുഡൻസിന് ജർമ്മൻ യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളത് എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഇനി വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എത്രത്തോളം സമയമാണ് ഈ ഒരു സ്റ്റുഡൻറ് വിസയ്ക്ക് പ്രോസസ്സിങ്ങിന് എടുക്കുന്നതെന്നുള്ളത്. അത് ജനറലി 6 to 12 വീക്സ് ആണ്. അപ്പോൾ ഇതിനകത്തും ചില കാര്യങ്ങളൊക്കെ ചില ഫാക്ടേഴ്സും ഇതിന് ഡിപ്പെൻഡ് ചെയ്തിരിപ്പുണ്ട്. ഇപ്പോൾ ഹൈ ഡിമാൻഡുള്ള ടൈമാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിൻ്റർ ടൈമിൻ്റെയോ അല്ലെങ്കിൽ സമ്മർ ടൈമിൻ്റെയോ സെമസ്റ്റർ ഓപ്പണിങ്ങിൻ്റെ സമയത്താണെങ്കിൽ കുറേ കൂടി ആപ്ലിക്കേഷൻസ് കോൺസുലേറ്റിൽ വരുന്നൊരു സമയമായിരിക്കും. ആ ഒരു സമയത്താണ് നിങ്ങൾ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ടൈം കൂടുതൽ എടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺസുലേറ്റിൽ നിന്നും ഒരു ചെക്ക് ലിസ്റ്റ് കിട്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ചെക്ക് ലിസ്റ്റിലുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആണ്, അപ് ടു ഡേറ്റ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്താം. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആണ് എങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പീഡിൽ നമുക്ക് സ്റ്റുഡൻറ് വിസ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതിനകത്തുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് അല്ലെങ്കിൽ ഏത് സിറ്റിയിലേക്കാണ് വരാൻ പോകുന്നത് അതിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. സോ നിങ്ങൾ ഒത്തിരി സ്റ്റുഡൻസ് ഒരു സെമസ്റ്ററിൽ അഡ്മിഷൻ എടുക്കുന്ന യൂണിവേഴ്സിറ്റിയിലേക്കാണ് അല്ലെങ്കിൽ സിറ്റിയിലേക്കാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ വിസ പ്രോസസ്സിംഗ് ടൈം കുറച്ചും കൂടിയിട്ട് നീളാനുള്ള ചാൻസ് ഉണ്ട്. ഇനി കുറച്ചുകൂടി നോക്കാം, ലാസ്റ്റ് ആയിട്ട് ഫൈനൽ പോയിന്റ്സ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ആസ് സൂൺ ആസ് പോസിബിൾ ആയിട്ട് തുടങ്ങുക. അതേപോലെ തന്നെ നിങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കുക. മാക്സിമം നിങ്ങൾ പോകാൻ പറ്റുന്ന ആ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടും യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ടും കുറേ കൂടിയിട്ട് റിസർച്ച് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ജർമ്മനി എന്ന് പറയുന്നത് ഒരു എക്സലൻറ്റ് ചോയ്സ് ആണ് ക്വാളിറ്റി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അതേപോലെ കരിയർ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടും. പക്ഷേ ഇവിടെയും മെയിനായിട്ട് പറയാനുള്ളത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എങ്ങനെയാണ്, അതിൻ്റെ റാങ്കിങ് എങ്ങനെയാണ്, ഇതിനെ പറ്റിയിട്ടൊക്കെ കുറച്ചും കൂടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് മുന്നേ തന്നെ ആ ഒരു യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുള്ള ആൾക്കാരെയായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ലിങ്ക്ഡിനിൽ കൂടെയാണ് എന്നെ പല കുട്ടികളും അല്ലെങ്കിൽ പല ആൾക്കാരും അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരും പ്രോഗ്രാമിൻ്റെ പേരും വെച്ച് ഫിൽട്ടർ ചെയ്തിട്ട് അവിടെയുള്ള അലുമിനീസ് ആയിട്ട് കുറച്ചും കൂടിയിട്ട് കോണ്ടാക്റ്റിൽ വരാൻ പറ്റും. സോ
അത് നല്ലൊരു ടിപ്പായിരിക്കും. അതേപോലെ തന്നെ ഫേസ്ബുക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചും കൂടിയിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ലിങ്ക്ഡിനും ഫേസ്ബുക്കും ടു ആൻ എക്സ്റ്റെൻറ്റ് നമുക്ക് ഈ ഒരു ഗൈഡൻസ് കിട്ടാനും അതേപോലെ അലുമിനിയസായിട്ട് കണക്ട് ചെയ്യാനും വേണ്ടിയിട്ട് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. സോ അവരുടേന്നുള്ള ടിപ്സ് എടുക്കുക. പിന്നെ എന്തൊക്കെയാണ് കൂടുതലായിട്ട് നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരായിട്ട് ഡിസ്കസ് ചെയ്യുക. അത് നല്ലൊരു ഗൈഡൻസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ വീഡിയോസിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഫർമേഷനിൽ എന്തെങ്കിലും ഫർദർ ആയിട്ട് ഇൻഫർമേഷൻ വേണമെന്ന് തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ബൈ ബൈ. Thank you for watching. See you in next video.